ശ്രുതി മുതലാം തുരകം തൊടുത്ത് ഒരാത്മപ്രതിമയഴും കരണപ്രവീണനാളും രതിരഥമേറി അഹന്ത രമ്യരൂപം പ്രതി പുറമേ പെരുമാറിടുന്നു അജസ്രം. ബോധത്തിന് എപ്പോഴും രണ്ട് വൃത്തികളുണ്ട്. ബോധത്തിൻ്റെ പ്രധാന കരണമായിട്ടിരിക്കുന്ന അഹന്തയ്ക്ക്, അഹങ്കാരത്തിനല്ല അഹന്തയ്ക്ക് രണ്ട് വൃത്തികളുണ്ട്. ഒന്ന്, അത് അറിവിലേക്ക് നമ്മളെ ഉണർത്തിക്കൊണ്ടുപോകാൻ സഹായിക്കും. മറ്റേത് അവിദ്യയിലേക്ക് നമ്മളെ തള്ളിക്കൊണ്ടുപോവുകയും ചെയ്യും. അവിദ്യയുടെ സ്പർശമേൽക്കാത്ത ഒരു മനുഷ്യജീവി പോലും ഉണ്ടായിട്ടില്ല. അത് ബുദ്ധനായാലും ശരി, മഹാഗുരുക്കന്മാരായാലും ശരി, ആരായാലും ശരി, അവരിടയ്ക്കിടയ്ക്ക് അതിൻ്റെ സ്പർശമേൽക്കുകയും അതിൽ നിന്ന് എഴുന്നേറ്റ് വീണ്ടും കരുവിൽ വന്നിരിക്കുകയും ഒക്കെ ചെയ്തവരാണ്. പക്ഷെ വളരെ കുറവായിരുന്നെന്ന് മാത്രം. അല്പം പോലും അനാര്യയുടെ ലോകത്തിലേക്ക് പോകാത്ത ബോധം എന്ന് പറഞ്ഞാൽ പിന്നെ മനുഷ്യനല്ല. അങ്ങനെ ഒരു സംഭവമില്ല. അത് ഏത് മഹാഗുരുക്കന്മാരെയും അവരോടുള്ള നമ്മുടെ അമിതമായിട്ടുള്ള ഭക്തി മാറ്റി വെച്ചിട്ട് നമ്മൾ അവരുടെ ജീവിതം വെറുതെ ഒന്ന് വായിക്കാൻ ശ്രമിച്ചാൽ നമുക്കത് മനസ്സിലാവും. ഞാൻ ഇരിക്കുന്ന റൂമിൽ വെളിച്ചമുണ്ട്, നട്ടുച്ചയ്ക്ക് വെളിച്ചമുണ്ട്, പ്രഭാതത്തിൽ വെളിച്ചമുണ്ട്, വൈകുന്നേരത്തിൽ വെളിച്ചമുണ്ട്. പക്ഷെ എല്ലാ സമയത്തും ഒരുപോലെയല്ല വെളിച്ചം. നട്ടുച്ചയ്ക്കുള്ള വെളിച്ചം എന്ന് പറയുമ്പോൾ നമ്മൾ പൂർണ്ണ വെളിച്ചമാണെന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷെ ആ വെളിച്ചത്തിലും ഇരുട്ടിൻ്റെ അംശമുണ്ട്. കാരണം പൂർണ്ണമായിട്ടുള്ള വെളിച്ചം നമുക്ക് കാണാൻ പറ്റില്ല. ഇരുട്ട് കലർന്ന അല്പമെങ്കിലും ഇരുട്ടിൻ്റെ സ്പർശമില്ലാതെ ഒരു വെളിച്ചം നമുക്ക് കാണാൻ പറ്റില്ല. അല്പമെങ്കിലും വെളിച്ചത്തിൻ്റെ സ്പർശമില്ലാത്ത ഒരു ഇരുട്ടും നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. കുറഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളൂ, വളരെ കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ ശ്ലോകം വായിച്ചിട്ട് നാളെ മുതൽ ഇനി അനാര്യയുടെ ലോകത്തിൽ ജീവിക്കണം പരിപാടിയില്ല, ഇനി ആര്യ കരുവിൽ മാത്രം ശ്രദ്ധിച്ചിട്ടാണ് ഇനി എൻ്റെ ജീവിതം എന്നൊന്നും കരുതേണ്ട കാര്യമില്ല. അങ്ങനെയൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാക്കാൻ പറ്റും. അനാവശ്യമായിട്ട് അത്ര ശ്രേഷ്ഠമല്ലാത്ത അവിദ്യയുടെയും അജ്ഞതയുടെയും ഇരുളിൻ്റെയും ലോകത്തിൽ നമ്മൾ ചെന്ന് വീഴുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഒരു കാര്യമില്ലാതെ വെറുതെ ഇരിക്കുമ്പോൾ ഒരാളെ ഫോൺ വിളിച്ചിട്ട് എന്നാലും ആ ചങ്ങാതി തീരെ ശരിയല്ല കേട്ടോ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന നമ്മുടെ ഡയലോഗ് ഉണ്ടല്ലോ, അതൊക്കെ ഒഴിവാക്കാൻ പറ്റും. നമ്മുടെ ഗോസിപ്പുകൾ, മറ്റുള്ളതിൽ കുറ്റം കാണുന്ന നമ്മുടെ മനോഭാവം, ഒരു ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ അനാവശ്യമായിട്ട് പോയിട്ട് ചാടി വീഴൽ, ആരൊക്കെയോ എവിടെയൊക്കെയോ പറയുന്നത് കേട്ട് അതിലേക്ക് ആകൃഷ്ടരായിട്ട് അതിൽ പോയി ഉളറി നടക്കൽ, ഇങ്ങനെയുള്ള ഏറ്റവും അനാവശ്യമായതും വേണമെങ്കിൽ നമുക്ക് വലിയ പ്രയാസമില്ലാതെ മാറ്റാവുന്നതുമായിട്ടുള്ള, ഒരുപാട് പ്രഷർ കൊടുക്കാതെ മാറ്റാവുന്നതുമായിട്ടുള്ള അവിദ്യയുടെയും അജ്ഞതയുടെയും ലോകങ്ങളിൽ നിന്ന് നമ്മുടെ ബോധത്തെ നിവർത്തിച്ച് ശീലിച്ചു തുടങ്ങാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സൂക്ഷ്മമായി ഉണർന്നു വരുന്ന നമ്മുടെ വാസനകളെ സംയമനം ചെയ്യാൻ സഹായിക്കും. തുടങ്ങേണ്ടത് ഏറ്റവും എക്സ്റ്റേണലായിട്ട് തന്നെയാണ്. നമ്മൾ ഈ സൂക്ഷ്മമായി പോയിട്ട് ചിന്തകളെ മുഴുവൻ ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് കഷ്ടപ്പെട്ട് അടക്കാനൊന്നും ശ്രമിക്കേണ്ട കാര്യമില്ല. ഈ ഒരു സെൻ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ധ്യാനം പഠിക്കാൻ വേണ്ടി ഒരു ശിഷ്യൻ ചെന്നപ്പോൾ ധ്യാനത്തിൻ്റെ സൂക്ഷ്മമായ ലോകങ്ങളിലൂടെ കടന്നുപോയി ആനുഭൂതികമായിട്ടുള്ള മൗനത്തിൽ എനിക്ക് വിലയിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ശിഷ്യനോട് ചോദിച്ചത്,
നീ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആ വഴിയിൽ കുറേ ചവറ് എടുക്കുന്നുണ്ടില്ലേ മുറ്റത്ത് എന്ന് ചോദിച്ചാന്ന് പറഞ്ഞു. അപ്പോൾ ചൂലെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു അത് പോയിട്ട് അടിച്ചു വാരിയിട്ടിട്ട് വരാൻ പറഞ്ഞു. അവിടെ നിന്നാണ് ധ്യാനം തുടങ്ങുന്നത്. അത് എളുപ്പമുള്ള കാര്യമാണ്. നമ്മൾ സൂക്ഷ്മമായിട്ട് കണ്ണടച്ചിരുന്ന് നമ്മുടെ ബോധത്തിൽ നടക്കുന്ന ചിന്തകളുടെ പ്രവാഹത്തെ ഒബ്സർവ് ചെയ്ത് കഷ്ടപ്പെട്ട് ആർജിക്കാൻ കഴിയുന്ന ഒന്നല്ല ധ്യാനം എന്ന് പറയുന്നത്. തൊട്ട മുമ്പിലുള്ള നമ്മുടെ സ്വസ്ഥതയ്ക്ക്, നമ്മുടെ വ്യവസ്ഥയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ഏറ്റവും ബാഹ്യമായ കരടുകൾ എടുത്തു കളയുന്നിടത്ത് നിന്നാണ് നമ്മുടെ കരുവിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. ഏറ്റവും കൂടുതൽ അത്തരം കഥകൾ സെൻ ഗുരുക്കന്മാരുടെ ജീവിതത്തിലാണ് നമുക്ക് കാണാൻ കഴിയുക, ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. എല്ലാ ഗുരുക്കന്മാരും അങ്ങനെയായിരുന്നു. ഞാൻ ഗുരുനിത്യയുടെ അടുത്ത് ചെന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് വലിയ സൂക്ഷ്മമായ മന്ത്രമൊക്കെ തരും. കാരണം നമ്മളൊരു വിധം ഉയർന്ന സ്റ്റേജിൽ എത്തിയിട്ടാണല്ലോ അങ്ങോട്ട് ചെല്ലുന്നത്. അങ്ങനെയാണ് നമ്മൾ കരുതുന്നത്. സൂഫികളുടെ കൂടെയും അവധൂതന്മാരുടെ കൂടെയൊക്കെ കറങ്ങി നടന്ന് ഒരു വല്ലാത്ത ഒരു അനുഭൂതിയൊക്കെ ആയിട്ടാണ് ചെല്ലുന്നത്. ഗുരു ഒരു പേപ്പർ തന്നിട്ട് ഗുരുവിൻ്റെ ലേഖനങ്ങൾ പകർത്തി എഴുതാനാണ് എന്നോട് പറയുന്നത്. നല്ല ഉരുണ്ട അക്ഷരത്തിൽ, അക്ഷരങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടാതെ വൃത്തിയിലും വെടിപ്പിലും എഴുതൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തൊരു കഷ്ടമാണ്, നമ്മളിങ്ങനെ വലിയ വിവരത്തിന് വന്നിട്ട് ഇതാണ് എൻ്റെ പണിയുന്ന ഉള്ളിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ബാഹ്യമായ എന്നെ അറിയണം, നീ നിന്നെ അറിയണം, നീയും പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധമറിയണം ഒന്നുമല്ല പറയുന്നത്. ആദ്യം നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ ബുദ്ധിയും അവയ്ക്കിടയിലൊരു വ്യവസ്ഥ ഉണ്ടാവാൻ വേണ്ട ഏറ്റവും ബാഹ്യമായിട്ടുള്ള ഒരു കർമ്മമാണ് ഗുരു ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ അറിയാതെ അത് ചെയ്ത് വരുമ്പോൾ അറിയാതെ ഒരു ട്യൂണിങ് നടക്കുന്നത് അനുഭവിക്കുന്നുണ്ട്. ധ്യാനിക്കുന്നൊന്നുമില്ലല്ലോ. കണ്ണടച്ചിരിക്കുകയോ ധ്യാനിക്കുകയോ ആത്മോഷതകം വായിക്കാനോ അല്ലെങ്കിൽ ബൃഹദാരണ്യക ഉപനിഷത്ത് വായിക്കാനോ യോഗവാശിഷ്ടം വായിക്കാനോ ഒന്നും പറയുന്നില്ല. പക്ഷെ അറിയാതെ ഒരു ചെറിയ വ്യവസ്ഥ, അതുവരെ ഇല്ലാതിരുന്ന ഒരു സ്വസ്ഥത ചെറിയ രീതിയിൽ അനുഭവിക്കാൻ തുടങ്ങി. അന്ന് എനിക്ക് അവിടെ നിന്നാണ് എനിക്കത് മനസ്സിലാവുന്നത്. തുടങ്ങേണ്ടത് ഏറ്റവും പുറത്തു നിന്നാണ്. ഏറ്റവും പുറത്ത്. ഇപ്പോൾ ഞാൻ ഇന്ന് വൈകുന്നേരം ഒന്ന് കുളിച്ച് ജുബ്ബൊക്കെ ഇട്ട് മുടിയൊക്കെ ചീമ്പി ഇവിടെ ഇങ്ങനെ വന്നിരുന്ന് ഒരു കപ്പിൽ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുറച്ച് കുടിച്ചതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് ഇങ്ങനെ ഇരിക്കുന്നപ്പോൾ തന്നെ ഒരു അനാര്യയിൽ നിന്ന് ആര്യയിലേക്ക് പ്രവേശിച്ചതുപോലെയാണ്. അജ്ഞതയിൽ നിന്ന് വിദ്യയിലേക്ക് പ്രവേശിച്ചതുപോലെയാണ്. വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് സാധന ഇരിക്കുന്നത്. അങ്ങനെയുള്ള ചെറിയ സാധനകൾ ചെയ്ത് തുടങ്ങി നമ്മൾ എത്തിച്ചേരേണ്ട ഒരു ലോകമുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് പോലെ എളുപ്പമല്ല ബോധത്തിൻ്റെ മുകളിലുള്ള ശ്രദ്ധ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല. അത് മനസ്സിലാക്കാൻ നമ്മുടെ ബോധം എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, നമ്മൾ ഏറ്റവും വിശദമായിട്ട് ആ വിഷയം സംസാരിച്ചത് സമയും അന്നയും പറയുന്നിടത്താണ്. ഒരുപക്ഷെ ബോധത്തിൻ്റെ ഏറ്റവും സ്ഥൂലവും സൂക്ഷ്മവുമായ പ്രവർത്തനങ്ങളെ എത്ര മനോഹരമായിട്ടാണ് കുറച്ച് ശ്ലോകങ്ങളിലൂടെ ഗുരു അവതരിപ്പിച്ചിട്ടുള്ളത്. എത്ര പ്രാവശ്യം നമ്മൾ ആവർത്തിച്ച് കേൾക്കേണ്ടതും വായിക്കേണ്ടതും മനനം ചെയ്യേണ്ടതുമായ ശ്ലോകങ്ങളാണ് അതൊക്കെ. സമ അന്യ, അതാണ് ഇവിടെ ആര്യ അനാര്യ എന്ന് പറയുന്നത്. ഒരേ വിഷയം തന്നെ വ്യത്യസ്തമായ ഡയമെൻഷനുകളിൽ പറഞ്ഞ് നമ്മളിൽ ഊട്ടി ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഗുരു ചെയ്യുന്നത്. അപ്പോൾ ആര്യ എന്ന് പറയുന്ന കരുവിൽ അമർന്ന്, അറിവിൽ അമർന്ന് കഴിയുന്നത്ര അതിനോട് ചേർന്ന് ജീവിക്കണം എന്ന് പറയാനൊക്കെ എളുപ്പമാണ്. പക്ഷേ ഏറെക്കുറെ അസാധ്യമായ കാര്യമാണ്. കുറേയൊക്കെ നമുക്ക് ഒരു സൂര്യോദയം കാണുന്നത് പോലെ, ഒരു സൂര്യാസ്തമയം കാണുന്നത് പോലെ, ഒരു പൗർണമി അനുഭവിക്കുന്നത് പോലെ പലപ്പോഴുമൊക്കെ നമുക്ക് ആ ഒരു നിറവിലൂടെ ഒന്ന് കടന്നു പോകാൻ, ഒരു മിന്നൽ പിണർ പോലെ കടന്നു പോകാൻ കഴിയുന്നുണ്ടായിരിക്കാം. ബാക്കി സമയത്തൊക്കെ നമ്മൾ വ്യാപരിക്കുന്നത് ഏറ്റക്കുറച്ചിലുകളോടെ ഇരിക്കുന്ന ആര്യ അനാര്യ, വിദ്യ അവിദ്യ, ശ്രേഷ്ഠം നികൃഷ്ടം എന്നൊക്കെ പറയാവുന്ന ഏറ്റക്കുറച്ചിലുകളോടെ ഇരിക്കുന്ന ലോകങ്ങളിലാണ് നമുക്ക് ജീവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ഗുരു ആ അനാര്യ എന്ന് പറയുന്ന ഒരു ലോകത്തെക്കുറിച്ച്
അതെങ്ങനെയാണ് അത് ഫങ്ഷൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്നതിലേക്ക് ഒരു വെളിച്ചം വീശുന്ന ഒരു ശ്ലോകമാണ് അടുത്ത മന്ത്രമായിട്ട് ഗുരു നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത്. ശ്രുതി മുതലാം തുരകം തൊടുത്ത് ഒരാത്മപ്രതിമയെഴും കരണപ്രവീണനാളും രതിരഥമേറി അഹന്ത രമ്യരൂപം പ്രതി പെരുമാറിടുന്ന ജസ്രം. അഹന്തയെക്കുറിച്ചാണ് ഗുരു പറയുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിൽ അഹന്ത അറിവിലും അങ്കിയിലും എങ്ങനെയാണ് രണ്ടായിട്ട് പിരിഞ്ഞിട്ട് അറിവിലും അങ്കിയിലും ആര്യയിലും അനാര്യയിലും സഞ്ചരിക്കുന്നതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മൾ സംസാരിച്ചു. ഇനി അതിലെ അഹന്ത അനാര്യയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നത് വിശദമായിട്ട് ഗുരു പറയുകയാണ്. സാധാരണ ഉപനിഷത്തുകളിൽ ശരീരത്തെയാണ് രഥമായിട്ട് ഉപയോഗിക്കുന്നത്. ഗുരു ശരീരത്തെ അല്ല, ഗുരു ആസക്തികളെയും താല്പര്യങ്ങളെയുമാണ്. ശരീരത്തെ ഗുരു വിട, ശരീരം ഇങ്ങനെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. രഥിരഥം ശരീരത്തിൽ ഫങ്ഷൻ ചെയ്യുന്ന, ബോധത്തിൽ ഫങ്ഷൻ ചെയ്യുന്ന രഥിയെയാണ്, താല്പര്യങ്ങളെ, ആസക്തികളെ, അതിനെയാണ് ഗുരു രഥമായിട്ട് പറയുന്നത്. ആ രതി എന്ന് പറയുക, കാരണം നമ്മുടെ ഉള്ളിൽ ഒരു താല്പര്യം ഉണരുമ്പോഴാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളും അന്ധകരണങ്ങളും സജീവമാകുന്നതും വിഷയങ്ങളിലേക്ക് പ്രവഹിക്കുന്നതും. അപ്പോൾ ആന്തരികമായിട്ട് താല്പര്യങ്ങൾ ഉണർന്നു വരുമ്പോഴാണ് രഥം ഫങ്ഷൻ ചെയ്ത് തുടങ്ങുക. ശരീരം ഒരു പാവം സാധനമാണ്, അതിന് പ്രത്യേകിച്ച് വികാരമൊന്നുമില്ല, അതിങ്ങനെ നിശ്ചലമായിട്ടിരിക്കുകയാണ്. അന്ധകരണ വൃത്തികൾ, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, അത് നമ്മൾ വളരെ വിശദമായിട്ടൊക്കെ രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അന്ധകരണ വൃത്തികൾ ഉണർന്നു വരുന്നത് എപ്പോഴാണ്? താല്പര്യങ്ങൾ, വ്യത്യസ്തമായ താല്പര്യങ്ങൾ, കാമക്രോധ ലോഭ മതമോഹ മാത്സര്യങ്ങളാൽ നിബിഡമായിരിക്കുന്ന, വ്യത്യസ്തമായിരിക്കുന്ന, ഏറിയും കുറഞ്ഞുമിരിക്കുന്ന താല്പര്യങ്ങൾ നമ്മുടെ ബോധത്തിൽ ഉണർന്നു വരുമ്പോൾ അന്ധകരണങ്ങളിൽ ചലനമുണ്ടാവുകയും നമ്മുടെ ശരീരം സജീവമാവുകയും ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തെ വിഷയങ്ങളിലേക്ക് അത് പ്രവഹിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് രഥം എന്ന് പറയുന്നത് രതിയാണ്, താല്പര്യങ്ങളാണ്, ആസക്തികളാണെന്നാണ് ഗുരു പറയാൻ ശ്രമിക്കുന്നത്. തേരാളിയായിരിക്കുന്നത് ആരാണ്? മനസ്സാണ്. പ്രവീണനാളും, അത് ബുദ്ധി എന്നും മനസ്സെന്നും ഒക്കെ ഓരോരുത്തർ വ്യത്യസ്തമായ രീതിയിൽ പറയാറുണ്ട്. അന്ധകരണങ്ങളിലെ ഏറ്റവും മിടുക്കനായിരിക്കുന്ന ആൾ, അത് മനസ്സെന്ന് പറയാറുണ്ട്, ബുദ്ധി എന്ന് പറയാറുണ്ട്. പക്ഷെ നമുക്ക് അന്ധകരണത്തെ മൊത്തം എടുക്കാം. ഇവിടെ നമുക്ക് തേരാളിയായിട്ട് എല്ലാം, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്ന് പറയുന്ന ആ മൊത്തം ഫങ്ഷനിങ് ആണ്. ആ മൊത്തം ഫങ്ഷനിങ്ങിൽ നിന്നുണ്ടാകുന്ന പ്രവാഹങ്ങളാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിലേക്ക് ഉണർത്തിക്കൊണ്ടുപോകുന്നത് എന്നതുകൊണ്ട് അന്ധകരണ വൃത്തികളെ മുഴുവൻ നമുക്ക് തേരാളിയായിട്ട് സങ്കല്പിക്കാം. വിഷയമാണ് വഴി, വിഷയങ്ങളിലൂടെയാണ് അത് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നത്. ശ്രുതി മുതലാം തുരകം തൊടുത്ത് കാത് മുതലായ പഞ്ചേന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ പൂട്ടി ആത്മപ്രതിമയെഴും കരണപ്രവീണനാളും, ആത്മാവിൻ്റെ പ്രതിരൂപമായിരിക്കുന്നതും അന്ധകരണങ്ങളായിരിക്കുന്നതുമായ രതിരഥത്തിലേറിയ അഹന്ത രമ്യരൂപങ്ങളിലൂടെ നിരന്തരമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, പെരുമാറിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മളുടെ ബോധം ഫങ്ഷൻ ചെയ്യുന്നത് എന്നാണ് ഗുരു പറയാൻ ശ്രമിക്കുന്നത്. നമുക്കൊരു വിഷയത്തിനോട് താല്പര്യമുണ്ടാകുന്നത്, ഒരു വിഷയത്തിനോട് താല്പര്യം ഇല്ലാതെയാകുന്നത് നമ്മൾ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടല്ല. നമ്മളല്ല നമ്മുടെ ഉള്ളിൽ താല്പര്യങ്ങളെ ജനിപ്പിക്കുന്നത്. താല്പര്യങ്ങളിൽ നമ്മളിൽ ജനിച്ചു വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ കുതിരകളെ നിയന്ത്രിക്കേണ്ട ഒരു ആവശ്യകത നമുക്ക് വരുന്നത്. നമ്മളാണ് താല്പര്യങ്ങൾ സൃഷ്ടിക്കുന്നതെങ്കിൽ വളരെ എളുപ്പമാണ് നമുക്ക്
നമ്മുടെ താല്പര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ. നമുക്കൊരാളോട് ദേഷ്യം വരുന്നത്, നമുക്കൊരാളോട് വെറുപ്പ് വരുന്നത്, ഒരു കാര്യം സ്വന്തമാക്കാൻ തോന്നുന്നത്, ഒരു കാര്യം ഉപേക്ഷിക്കാൻ തോന്നുന്നത്, വ്യത്യസ്തമായ വിഷയങ്ങളിലൂടെ മനസ്സ് സഞ്ചരിക്കുന്നത്, ഇതൊന്നും നമ്മൾ സൃഷ്ടിക്കുന്നതല്ല, നമ്മളിലൂടെ വരുന്നതാണ്. ഇപ്പം നമ്മളിലൂടെ വരുന്നത് കൊണ്ടാണ് നമ്മളിലുള്ള കുറച്ചുകൂടി ഉണർവുള്ള ബോധവൃത്തിയെ സജീവമാക്കി നിർത്തിയിട്ട് നമ്മളുടെ നൂറ്റാണ്ടുകളായി ജനിതകപരമായിട്ട് നോക്കുകയാണെങ്കിലും കോടിക്കോടി വർഷങ്ങളിലൂടെ ജീവരൂപം രൂപപ്പെട്ടത് മുതൽ പിന്നീട് വന്നിട്ടുള്ള ബോധപ്രവാഹങ്ങളിലൂടെ മുഴുവൻ സഞ്ചരിച്ചെത്തിയ എത്രയോ വാസനകളുടെ താല്പര്യങ്ങളുടെ സംഘാതമാണ് നമ്മുടെ ബോധം എന്ന് പറയുന്നത്. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര താല്പര്യങ്ങളുടെ ഇരിപ്പിടമാണ് നമ്മുടെ ചിത്തം എന്ന് പറയുന്നത്. ഇതൊന്നും നമ്മൾ ഉണ്ടാക്കിയതല്ല, നമ്മളിൽ ഉള്ളതാണ്. ചെറിയൊരു ചലനം മതി, ചെറിയൊരു കാറ്റ് വീശിയാൽ മതി, ശാന്തമായിരിക്കുന്ന നമ്മുടെ ബോധം അസ്വസ്ഥമാവുകയും വ്യത്യസ്തമായ വിഷയങ്ങളിലേക്ക് യാതൊരു നിയന്ത്രണവുമില്ലാതെ ഒഴുകി പോവുകയും ചെയ്യും. ഒരു ഷോപ്പിംഗ് മാളിൽ കയറിയാൽ തീരുന്ന നിയന്ത്രണമേ നമുക്കുള്ളൂ. നമ്മളൊരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അറിയാം നമ്മുടെ മനസ്സ് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്ന്. നമുക്ക് ഒരു കടയിൽ കയറി കഴിഞ്ഞാൽ കടയിലേക്ക് കയറുന്നതിന് മുമ്പ് കാര്യമായ ആവശ്യങ്ങളൊന്നും നമുക്കുണ്ടാവില്ല. നമ്മളൊരു ചെറിയ സാധനം വാങ്ങിക്കാനായിരിക്കും ഒരു ഷോപ്പിംഗ് മാളിലേക്ക് പോകാൻ. വളരെ ചെറിയൊരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. ഒരു ചെറിയൊരു സാധനം വീട്ടിൽ ആവശ്യമുണ്ട്, അത് ഷോപ്പിംഗ് മാളിൽ പോയി കഴിഞ്ഞാൽ കിട്ടുമെന്ന് കരുതിയിട്ട് നമ്മൾ അവിടേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് അവിടെ കാണുന്ന ഓരോ സാധനവും നമുക്ക് ആവശ്യമുള്ളതായിട്ട് മാറും. അങ്ങോട്ടേക്ക് തിരിയുമ്പോൾ ഇത് നമുക്ക് ആവശ്യമുണ്ട്, അത് നമുക്ക് ആവശ്യമുണ്ട്. ആദ്യം നമുക്ക് ആവശ്യമുണ്ടെന്ന് നമ്മുടെ ബുദ്ധി തീരുമാനിച്ചത് ഒരൊറ്റ ചെറിയ സാധനമാണ്. ഒരു 3 കപ്പ് വാങ്ങിക്കണം വീട്ടിലേക്ക്, ബാക്കിയൊക്കെ അവിടെ ഉണ്ട് എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. നമ്മൾ നമ്മുടെ അടുക്കളയിലേക്കൊക്കെ നോക്കി കൃത്യമായിട്ട് നോക്കിയപ്പോൾ 2-3 കപ്പും കൂടി വീട്ടിലുണ്ടായാൽ കൊള്ളാമെന്ന് കരുതി നമ്മളൊരു കടയിൽ ചെന്ന് ഒരു 3 കപ്പ് വാങ്ങിക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് അപ്പുറത്തൊരു വലിയ ജഗ്ഗിരിക്കുന്നു, ഇപ്പുറത്തൊരു ട്രേ ഇരിക്കുന്നു, ഇതൊക്കെ അവിടെ ഉണ്ടായിരിക്കും, ഒക്കെ നമ്മൾ മറന്നുപോകും. പിന്നെ അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണെന്ന് തോന്നിക്കുന്ന തരത്തിൽ നമ്മുടെ ബോധത്തെ കണ്ടീഷൻഡാക്കി വെച്ചിരിക്കുന്നു. ആര്? നമ്മുടെ ചുറ്റുപാടുമുള്ള അനേകം പരസ്യങ്ങളും അനേകം തരത്തിലുള്ള താല്പര്യങ്ങളും നമ്മൾ ഏതൊക്കെയോ വീടുകളിൽ പോയപ്പോൾ എപ്പോഴൊക്കെയോ കണ്ടത്, കേട്ടത്, ആരൊക്കെയോ പറഞ്ഞത് നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മുടെ ബോധത്തിൽ ഇംപ്രിൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒക്കെ അവിടെ കിടക്കുന്നുണ്ട്. നമ്മളൊരു ശരീരം ഒരു സ്ഥലത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ അനുഭവിക്കാത്തത് പോലും നമ്മുടെ ബോധം അബ്സോർബ് ചെയ്യുമെന്നാണ് പറയുന്നത്. കാണുന്നും വേണ്ട, കേൾക്ക വേണ്ട, വെറുതെ ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോയാൽ മതി. ആ ചുറ്റുപാടുകളിലുള്ള പലതിനെയും നമ്മുടെ സിസ്റ്റം അബ്സോർബ് ചെയ്യുകയും അത് നമ്മളുടെ ബോധത്തിൽ ഒരു മെമ്മറി ആയിട്ട് കിടക്കുകയും ചെയ്യും. അത്ര സൂക്ഷ്മമായിട്ട് അബ്സോർബ് ചെയ്യുന്ന ഒരിടമാണ് മനസ്സെന്ന് പറയുന്നത്, നമ്മുടെ ബോധം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഇടയിൽ കയറി നിന്ന് ഒരു തേരാളി ഇടയിൽ കയറി നിന്ന് നിയന്ത്രിച്ചാൽ മാത്രമേ ഈ അന്ധക്കരണത്തിൻ്റെ പ്രവീണനായിരിക്കുന്ന മനസ്സ് അല്ലെങ്കിൽ ബുദ്ധി ഈ ബോധത്തിൽ നിന്ന് ഉണർന്നു വരുന്ന താല്പര്യം വിഷയങ്ങളിലേക്ക് പലതരത്തിലുള്ള രമ്യമാർന്ന വിഷയങ്ങളിലേക്ക് ഒഴുകി പരക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്നിട്ട് ഒരു റഫറിയെ പോലെ കളിച്ചാൽ മാത്രമേ, ഒരു നിയന്ത്രണം വെച്ചാൽ മാത്രമേ വലിയ കുഴപ്പമില്ലാതെ പരിക്ക് പറ്റാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ. കരുവിനെ കുറിച്ച് നമ്മൾ പറയുന്ന ആ ഒരു വെളിച്ചത്തിൻ്റെ സൗമ്യമായ ഒരു സ്പർശം അനുഭവിക്കാൻ നമ്മളൊക്കെ കൊതിക്കുന്നുണ്ടെങ്കിൽ ചെറിയ നിയന്ത്രണങ്ങൾ, നമ്മളിങ്ങനെ ഇന്ദ്രിയങ്ങളെ മുഴുവൻ വിഷയങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയിട്ട് ഇങ്ങനെ കരുവിനെ അങ്ങനെയൊന്നും വേണ്ട. അനായാസമായ ചില നിയന്ത്രണങ്ങൾ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു 4 പേര് ഒരു സ്ഥലത്തിരുന്ന് സംസാരിക്കുകയാണ്, 4 സുഹൃത്തുക്കൾ. നമ്മൾ 4 പേര് ഇരുന്ന് സംസാരിക്കുമ്പോൾ എത്ര വിഷയങ്ങൾ സംസാരിക്കാനുള്ള സാധ്യതകൾ അവിടെയുണ്ട്, അനന്തമായ സാധ്യതകളുണ്ട്. ഇപ്പം നമ്മൾ തുടങ്ങുക ആത്മോപദേശതകം ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞ് തുടങ്ങുമായിരിക്കും. കാരണം നമ്മളെ കൂടുന്നത് ആത്മോപദേശ ശതകം എന്ന് പറയുന്ന ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിയ ക്ലാസ്സിനെ കുറിച്ചൊക്കെ തുടങ്ങി
പെട്ടെന്നായിരിക്കും നമ്മൾ ഒരാൾ ഒരു വാക്ക് വെറുതെ അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തിട്ടൊരു വിഷയം പറയുന്നത്. അത് ഇത്തരം നമുക്ക് വെളിച്ചം തരുന്ന വിഷയത്തിനേക്കാൾ അത് നമ്മളൊരു പക്ഷേ കാലുഷ്യത്തിലേക്ക് കൊണ്ടുപോകുന്ന വിഷയമായിരിക്കും. പക്ഷെ ബാക്കിയുള്ളവരത് തടയില്ല എന്ന് മാത്രമല്ല, നമ്മൾ അറിയാതെ നമ്മളതിൻ്റെ ഭാഗമായിട്ട് മാറും. കാരണം മനസ്സിന് എപ്പോഴും സ്വാഭാവികമായി അത് ഒഴുകുക അനാര്യയുടെ ലോകത്തിലേക്കാണ്, അവിദ്യയുടെ ലോകത്തിലേക്കാണ്. ശീലം അങ്ങനെ ആയതുകൊണ്ട് വിദ്യയുടെ ലോകത്തിൽ നമ്മൾ ശ്രദ്ധാന്വിതരായി നിൽക്കണമെങ്കിൽ ബോധപൂർവമുള്ള ശ്രദ്ധ ആവശ്യമാണ്. സ്വാഭാവികമായി നമ്മൾ ഒഴുകുന്നത് പലപ്പോഴും കാലങ്ങളായി നമ്മൾ ശീലിച്ചു പോകുന്ന വഴികളിലൂടെ ആയിരിക്കും. നമ്മൾ ശീലിച്ചു പോകുന്ന വഴികൾ അധികവും നമ്മുടെ ബോധത്തിനെ അസ്വസ്ഥതകളിലേക്ക് കൊണ്ടുപോകുന്ന ആസക്തികളുടെ ലോകങ്ങളാണ്. ചെറിയ ഒരു വെളിച്ചം തട്ടിയാൽ മതി, ചെറിയൊരു നനവ് തട്ടിയാൽ മതി, അതിലേക്ക് അങ്ങ് പ്രസരിക്കുന്ന തരത്തിലാണ് വാസനകൾ നമ്മുടെ ബോധത്തിലിരിക്കുന്നത്. അപ്പോൾ കഴിയുന്നത്ര എല്ലാ സമയത്തും ശ്രദ്ധയോടുകൂടിയിരിക്കാനും, ഏറെക്കുറെയെങ്കിലും നമുക്ക് ശ്രദ്ധയോടുകൂടിയിരിക്കാനും, വിഷയം നമ്മളുടെ കൈവിട്ടു പോകുന്നതായി തോന്നിയാൽ ശ്രദ്ധയോടെ ഉണർത്തിച്ച്, അതാണ് നിവർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. നമ്മൾ നീണ്ടു നിവർന്നിരിക്കണം എന്ന് പറഞ്ഞാൽ ഈ ശരീരം നീണ്ടു നിവർന്നിരിക്കുക എന്നല്ല, ശ്രദ്ധയോടെ ഇരിക്കണമെന്നാണ് അർത്ഥം. അപ്പം നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണർന്നു വരുന്ന താല്പര്യങ്ങൾ, നമ്മുടെ വാസനകൾ, നമുക്ക് ആനന്ദം നൽകുമെന്ന് ഏതൊക്കെയോ കാരണങ്ങളാൽ വിശ്വസിക്കുകയും ചെയ്ത വാസനകൾ വ്യത്യസ്തമായ വിഷയങ്ങളിലേക്ക് പ്രവഹിക്കാൻ കൊതിച്ചു നിൽക്കുമ്പോൾ, പ്രവഹിക്കണ്ട എന്നല്ല, വിഷയങ്ങളിൽ നമുക്ക് ജീവിച്ചേ പറ്റൂ, പക്ഷെ ഈ പ്രവഹിക്കുന്ന വിഷയങ്ങൾ തനിക്ക് സമാധാനം തരുമോ, തന്നെ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുമോ എന്ന് ഒരു നിമിഷം ഒന്ന് ചിന്തിക്കാൻ, അതാണ് ബുദ്ധിയുടെ പണി. ചിന്തിക്കാൻ ഒരിടം കൊടുത്തിട്ട് വേണം നമ്മൾ പുറത്തേക്ക് ഒഴുക്കി വിടാൻ. അതാണ് ഇടയിലുള്ള തേരാളിയുടെ പണി എന്ന് പറയുന്നത്. ചെറിയ പണിയാണ് തേരാളി ചെയ്യുന്നത്. ഈ കുതിരകളെ പിടിച്ച് വലിച്ച് മുറുക്കി ഉപദ്രവിക്കൊന്നും ചെയ്യുന്നില്ല. കാരണം രഥമുള്ളത് ഓടാൻ വേണ്ടിയിട്ടാണ്. ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന കുതിര ഓടിയേ പറ്റൂ. രഥിരഥം എന്ന് പറയുന്നത് തടഞ്ഞു നിർത്താനുള്ളതല്ല. രഥിരഥത്തിലേറി അഹന്ത വിഷയങ്ങളിലൂടെ വ്യാപരിക്കുക എന്ന് പറയുന്ന പേരാണ് ജീവിതം എന്നുള്ളത്. അതുകൊണ്ട് ഈ പഞ്ചേന്ദ്രിയങ്ങളെ പൂട്ടിയിരിക്കുന്ന കയറ് പിടിച്ചിട്ട് ബുദ്ധി ഇതിനങ്ങനെ പിടിച്ചൊരു സ്ഥലത്ത് നിർത്തുകയല്ല വേണ്ടത്. നിർത്തണമെങ്കിൽ രഥത്തിൻ്റെ ആവശ്യമില്ല. ബോധം എന്ന് പറയുന്നത് ഒരു രഥമാണ്. അതിന് ചുറ്റുപാടുമുള്ള ജീവിതത്തിലേക്ക് ഒഴുകിയേ പറ്റൂ. പക്ഷെ നിയന്ത്രിക്കുന്നത് 5 ഭാഗത്തേക്ക്, 5 ഇന്ദ്രിയങ്ങൾ 5 ഭാഗത്തേക്ക് ഒഴുകാം, കൃത്യമായ വഴിയിലൂടെ ഒഴുകാതിരിക്കാം. അപ്പോൾ ഇതിനെ ഒരിക്കലും ഒരു നല്ല തേരാളി ഒരു രഥത്തെ നിയന്ത്രിക്കുമ്പോൾ ഒരിക്കലും കുതിരയെ നോവിപ്പിക്കില്ല. വളരെ മെല്ലെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് ഇങ്ങോട്ട് തൊടുമ്പോൾ അങ്ങോട്ടേക്ക് തിരിയും, ചെറുതായിട്ട് ഇങ്ങോട്ടേക്കൊന്ന് വലിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് തിരിയും. കുതിര പോലും അറിയില്ല, ചിലപ്പോൾ ഒരു ചെറിയ സ്പർശേ കുതിരയ്ക്ക് കിട്ടുള്ളൂ. അപ്പം നമ്മൾ ഇതിനെ കൃത്യമായ വഴിയിലൂടെ കൊണ്ടുപോകുക, പഞ്ചേന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും വിഷയങ്ങളിൽ വ്യാപരിപ്പിക്കുക എന്ന് പറയുന്നത് അതിനെയാണ് ജീവിതം എന്ന് പറയുന്നത്. അല്ലാണ്ട് വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കുക എന്നുള്ളതല്ല. പക്ഷേ അനാര്യയുടെ ലോകത്തിലേക്ക്, ഇരുട്ടിൻ്റെ ലോകത്തിലേക്ക്, അവിദ്യയുടെ ലോകത്തിലേക്ക് അത് നമ്മളെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ അതിനെ കൃത്യമായി നിയന്ത്രിച്ച് അതേ വാഹനം തന്നെ, അതേ കുതിരകളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആര്യയുടെ വിദ്യയുടെ ലോകത്തിലേക്ക് സഞ്ചരിക്കാൻ, തിരിച്ചുവിടാനുള്ള ശ്രദ്ധ നമ്മളെപ്പോഴും കാണിക്കുകയാണ് വേണ്ടത്. ഗുരു ഇവിടെ അങ്ങനെ കാണിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഗുരു ആ ഫങ്ഷനിങ് ആണ് നമ്മളോട് പറയുന്നത്. ഫങ്ഷനിങ് മാത്രമേ ഗുരു പറയുന്നുള്ളൂ. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ബോധം പ്രവർത്തിക്കുന്നത്. അപ്പം ഇനി നാളെ മുതൽ ഞാനൊരു കുതിരനെ മുഴുവൻ കെട്ടിടാൻ പോവുകയാണെന്നല്ല. അങ്ങനെയാണ് പലപ്പോഴും ഇത്തരം വിഷയങ്ങളെ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളത്. നിങ്ങളുടെ കുതിരകളെ മുഴുവൻ ഒരു വിഷയങ്ങളിലേക്കൊന്നും പോകാതെ പിടിച്ചു നിർത്തണം, അങ്ങനെയല്ല. നമുക്ക് സ്വാസ്ഥ്യം തരുന്ന, വെളിച്ചം തരുന്ന വിഷയങ്ങളിലേക്ക് കുതിരകളെ കൊണ്ടുപോകണം. പക്ഷേ കുതിരകൾ സ്വാഭാവികമായിട്ടൊരിക്കലും നമുക്ക് സ്വസ്ഥത തരുന്ന വിഷയങ്ങളിലേക്കല്ല പോകാൻ ശ്രമിക്കുക.
നമുക്ക് സ്വസ്ഥത തരുമെന്ന് കരുതുന്ന വിഷയങ്ങളിലേക്കാണ് പോകാൻ ശ്രമിക്കുക. അവസാനം അവിടെ പോയി വീണ് വിഷമിച്ച് സങ്കടപ്പെട്ട് കുറേ സമയം നഷ്ടപ്പെടുത്തിയതിന് ശേഷം നമ്മൾ തിരിച്ചു വരും. ആകെ മുടന്തി തിരിച്ചു വന്നിട്ട് അറിയാവും നമ്മൾ സമാധാനം കിട്ടുന്ന കരുതിയിട്ടാണ് പോയത്, പക്ഷെ കംപ്ലീറ്റ് ദുരന്തമായിരുന്നു എന്നൊക്കെ പറയും. എന്നിട്ട് അതേ സ്ഥലത്തേക്ക് വീണ്ടും പോകും. ഇങ്ങനെ ഓരോ പാറ്റേൺ, നമ്മളുടെ വാസനകളുടെ ഒരേ പാറ്റേൺ നമ്മൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയിൽ ഒന്ന് കുറച്ച് സമയം നിന്നിട്ട് നൂറ്റാണ്ടുകളായി തുടരുന്ന ഈ ഒരു പാറ്റേണിൽ ഒരു ചെറിയ വ്യത്യാസം വരുത്തേണ്ടതില്ലേ, എൻ്റെ ഭാഗത്തുനിന്നൊരു ശ്രമം നടത്തേണ്ടതില്ലേ എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു. അതിലേക്കൊന്ന് നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കാനും രമ്യരൂപം പ്രതി അജസ്രം പെരുമാറിടുന്നു നമ്മുടെ അഹന്ത. അതിങ്ങനെ പലതിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മളെ ഒരുപാട് അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. അത് നമ്മളെ വെളിച്ചത്തേക്കാൾ കൂടുതൽ ഇരുട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് പോലും നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ്. നമ്മളെപ്പോഴാണ് നമ്മൾ ഏറ്റവും സ്വസ്ഥമായ ഒരു അന്തരീക്ഷത്തിൽ ഇരിക്കുമ്പോഴാണ് എത്ര അസ്വസ്ഥമായ തരത്തിലാണ് ഞാൻ ജീവിച്ചിരുന്നത് എന്ന് നമുക്ക് അനുഭവപ്പെടുക. അതിൽ ജീവിക്കുമ്പോൾ നമ്മൾ അനുഭവപ്പെടില്ല. വെളിച്ചത്തിൽ പോയി നിൽക്കുമ്പോഴാണ് തൊട്ട് മുമ്പ് ഞാൻ ഇരുട്ടിലാണ് ഇരുന്നിരുന്നത് എന്ന് ഒരു വ്യക്തിക്ക് മനസ്സിലാവുക. അപ്പോൾ ഗുരു ആ വെളിച്ചത്തിന്റെ ലോകത്തെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ആത്മോപദേശ ശതകത്തിൽ മനുഷ്യബോധത്തിന്റെ ഏറ്റവും ആഴമാർന്നിരിക്കുന്ന ഒരു സാധ്യതയെ നമ്മുടെ മുമ്പിൽ ഗുരു അവതരിപ്പിക്കുന്നതിലൂടെ നമ്മളിങ്ങനെ സൗമ്യശാന്തമായി കടന്നു പോകുമ്പോൾ എത്ര സമയമാണ് നമ്മൾ വെറുതെ നഷ്ടപ്പെടുത്തുന്നത്? ഒരാവശ്യവുമില്ലാത്ത അനാവശ്യ രോഗങ്ങളിൽ വ്യാപരിച്ചിട്ട് വളരെ ഉത്കൃഷ്ടമായിട്ട് ലഭിച്ച ഒരു ജീവിതത്തെ വേണ്ട രീതിയിൽ ആസ്വദിക്കാൻ കഴിയാതെ, ജീവിതത്തെ ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ വിഷയങ്ങളിൽ വ്യാപരിക്കൽ മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ചവരാണ് നമ്മൾ. വിഷയിയിൽ അഭിരമിക്കലും ജീവിതത്തെ ആസ്വദിക്കലാണ് എന്ന് എന്തുകൊണ്ടോ നമ്മൾ മറന്നുപോകുന്നു. വിഷയങ്ങളിൽ രമിക്കൽ മാത്രമാണ് ജീവിതമെന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് അതിനെ അനാര്യ എന്ന് പറയേണ്ടി വന്നത്. ഈ വിഷയങ്ങളെ മുഴുവൻ അനുഭവിക്കുന്ന ഒരു വിഷയി നമ്മളിൽ ഇരിപ്പുണ്ടെന്നും വളരെ ശാന്തവും സ്വസ്ഥവുമായ ഒരു ബോധവൃത്തിയോടെ ഇരിക്കുന്ന സമയത്ത് ആ വിഷയിയെ ആസ്വദിക്കാനും വിഷയിയാകുന്ന രമ്യഭാവത്തെ, ആഴമാർന്ന ആ ഭാവത്തെ ആസ്വദിക്കാൻ കൂടി നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെ തന്നെ രണ്ടിനെയും കൂടി ബാലൻസ് ചെയ്യുമ്പോഴാണ് വിഷയലോകങ്ങളുടെ സഞ്ചാരം കുറഞ്ഞു വരികയും അത്യാവശ്യത്തിന് മാത്രം വിഷയലോകങ്ങളിൽ വ്യാപരിക്കുകയും ബാക്കി സമയം യാത്രകളില്ലാതെ തന്നെ യാത്രികനെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു സാധ്യത നമ്മളിലുണ്ട് എന്ന് തിരിച്ചറിയുകയും ആ വിഷയിയിൽ, കരുവിൽ, അറിവിൽ നമ്മുടെ അഹന്ത ശ്രദ്ധാന്വിതമായി തീരുകയും ആ മൗനത്തിൽ സമാധാനചിത്തനായിട്ടിരിക്കുകയും നമ്മളുടെ എല്ലാ ധൃതികളും അറ്റുവീഴുകയും ആവശ്യം വേണ്ട കർമ്മങ്ങളിൽ നമ്മൾ വ്യാപരിക്കുകയും, നമുക്കൊരുപാട് തരത്തിൽ കർമ്മങ്ങളിൽ വ്യാപരിക്കേണ്ടി വരുന്നവരാണ് നമ്മളൊക്കെ. ആവശ്യം വേണ്ടതിൽ മാത്രം വ്യാപരിക്കുകയും അനാവശ്യമായി ഇനിയിപ്പോൾ ഏതായാലും വെറുതിരിക്കല്ലേ എന്നാൽ കണ്ടേക്കാം, വെറുതിരിക്കല്ലേ കേട്ടേക്കാം, വെറുതിരിക്കല്ലേ അവിടെ പോയേക്കാം, വെറുതിരിക്കല്ലേ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്നേക്കാം എന്ന് പറയുന്ന ആലസ്യമാർന്ന സഞ്ചാരങ്ങളെ മുഴുവൻ നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തുകയും അത്യാവശ്യങ്ങളിൽ മാത്രം വ്യാപരിക്കുകയും ചെയ്തിട്ട് ബാക്കി സമയങ്ങളിൽ അറിവിലും മഹാഗുരുക്കന്മാർ നമുക്ക് ഓതിത്തന്ന മൊഴികളിലും ഗുരുസ്മരണകളിലും പ്രകൃതിയുടെ സ്വച്ഛശാന്തമായ ഭാവങ്ങളിലും ഒക്കെ അത്തരം രമ്യഭാവങ്ങളിൽ സഞ്ചരിക്കാനും നമുക്ക് കഴിഞ്ഞാൽ ആര്യ അനാര്യ ലോകങ്ങളിലുള്ള നമ്മുടെ സ്വാഭാവിക സഞ്ചാരങ്ങളിൽ ഒരു ബാലൻസിങ് ഉണ്ടാവുകയും കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു സമാധാനത്തിലേക്ക്, ഒരു സ്വസ്ഥതയിലേക്ക് നമുക്ക് എത്തിച്ചേരാനും കഴിയും എന്നാണ് നമ്മൾ ഈ ശ്ലോകത്തിലൂടെ മനസ്സിലാക്കേണ്ടത്. ഈ ശ്ലോകം വായിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടീസായിട്ട് നമുക്ക് വരേണ്ടത് അത് തന്നെയാണ്. ശ്രുതി മുതലാം തുരകം തൊടുത്ത് ഒരാത്മപ്രതിമയഴും
കരണപ്രവീണനാളും രതിരഥമേറി അഹന്ത രമ്യരൂപം പ്രതി പുറമേ പെരുമാറിടുന്നു അജസ്രം.